ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സുവോളജിയിലുള്ള ചാപ്റ്ററെ നമ്മളൊന്ന് ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ പോവാം. ഓക്കെ, മെയിൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടൊന്ന് ക്യുക്ക് റിവിഷൻ നടത്താൻ പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു സ്ലൈഡിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾ ഐഫോണാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ ഏതായാലും തുടങ്ങാം. നോക്കിക്കോളൂ, നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പറയുന്നത് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സാണ്. സെല്ലുകളുടെ മൂവ്മെൻറ്റ് 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ 4 ടൈപ്പ് മൂവ്മെൻറ്റ്? ഒന്ന് അമീബോയിഡ് മൂവ്മെൻ്റ് ആണ്, രണ്ടാമത്തത് സില്ലറി മൂവ്മെൻ്റ് ആണ്, മൂന്നാമത്തത് മസ്കുലാർ മൂവ്മെൻ്റ് ആണ്, നാലാമത്തതോ ഫ്ലജല്ലാർ മൂവ്മെൻറ്റാണ്. അമീബോയിഡ് മൂവ്മെൻറ്റ് 2 ആൾക്കാരാണ് കാണിക്കുക. ആരൊക്കെയാ? മാക്രോഫേജസും ല്യൂക്കോസൈറ്റ്സുമാണ് എന്ത് കാണിക്കുക? അമീബോയിഡ് മൂവ്മെൻറ്റ് കാണിക്കുക. സില്ലറി മൂവ്മെൻറ്റിന് 2 എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് പാസേജ് ഓഫ് എയർ ത്രൂ റെസ്പിറേറ്ററി ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെ എയർ പാസ് ചെയ്യുക. രണ്ടാമത്തതോ പാസേജ് ഓഫ് ഓവ ത്രൂ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ ഓവം പാസ് ചെയ്യുന്നതും. മസ്കുലാർ മൂവ്മെൻറ്റിന് എക്സാമ്പിൾ ആണോ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്. ഫ്ലജല്ലാർ മൂവ്മെൻറ്റിന് 3 എക്സാമ്പിൾ ഉണ്ട്. എന്തൊക്കെയാണ്? ഫ്ലജല്ലുള്ള സ്ഥലത്താണ് ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് ഉണ്ടാവുക. എന്തൊക്കെ എക്സാമ്പിൾസ്? ഒന്ന് മൂവ്മെൻറ്റ് ഓഫ് സ്പെർമാറ്റോസോവ, സ്പെർമാറ്റോസോവ എന്ന് പറഞ്ഞാൽ സ്പേം മെയിൽസിൻ്റെ ബോഡിയിൽ. അടുത്തതോ വാട്ടർ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ്, അഥവാ പോരിഫറയിലെ വാട്ടർ കനാൽ സിസ്റ്റം. അടുത്തതോ യൂഗ്ലീന. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഭാഗം, ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. ഇവിടുന്ന് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പറയുകയാണ് മനുഷ്യരുടെ ബോഡിയിൽ കാണപ്പെടുന്ന മസിൽസ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്കെലിറ്റൽ മസിൽ ഉണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്, അതിനെ വിളിക്കുന്ന വേറെ പേരാണ് വിസറൽ മസിൽ. അടുത്തതോ കാർഡിയാക് മസിൽ. സ്കെലിറ്റൽ മസിൽ എവിടെ കാണപ്പെടാന്നോ? അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ ബോൺസ്, സ്കെലിറ്റലിലുള്ള ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ് ആണെന്ത്? സ്കെലിറ്റൽ മസിൽസ്. സ്മൂത്ത് മസിൽസ് കാണപ്പെടുക ഇന്നർ വാൾസ് ഓഫ് ഹോളോ വിസറൽ ഓർഗൻസ് ലൈക്ക് അലിമെൻ്ററി കനാൽ, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എക്സെട്ര. കാർഡിയാക് മസിൽസ് കാണപ്പെടുക ഹാർട്ടിലാണ്, പേരും തന്നെ കിട്ടും. ഓക്കെ, അടുത്തത് സ്കെലിറ്റൽ മസിൽസ് വോളണ്ടറി ആണ്, നമ്മളെ കൺട്രോളിൽ നിൽക്കും. എന്നാൽ സ്മൂത്തും കാർഡിയാക്കും എന്താ? ഇൻവോളണ്ടറി ആണ്. സ്കെലിറ്റൽ മസിൽസ് സ്ട്രേറ്റഡ് ആണ്. സ്ട്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരുപാട് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ആക്റ്റിൻ മയോസിൻ്റെ ലൈൻസ്. എന്നാൽ സ്മൂത്ത് മസിൽ നോൺ സ്ട്രേറ്റഡ് ആണ്, കാർഡിയാക് മസിലും എന്താണ്? സ്ട്രേറ്റഡ് ആണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പഠിക്കണം സ്കെലിറ്റൽ മസിൽസിൻ്റെ അൾട്രാ സ്ട്രക്ചറാണ് എന്ന് പറഞ്ഞാൽ ഡീപ്പിലേക്ക് ഇറങ്ങി പഠിക്കുക. സ്കെലിറ്റൽ മസിൽസിന് നമ്മൾ ക്രോസ് സെക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മസിൽ ബണ്ടിൽസ് ഉണ്ട്. ആ മസിൽ ബണ്ടിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെസിക്കിൾസ്. പറയും മക്കളെ, എന്താ വിളിക്കുക? ഫെസിക്കിൾസ്. ഈ ഫെസിക്കിൾസ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഫാസിയ. പറയൂ, എന്താ വിളിക്കുക? ഫാസിയ. ഓക്കെ, പിന്നെ നമ്മൾ അതിന് ഒരു മസിൽ ഫൈബറിനെ കണ്ടെടുത്തു. മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെൽ, അതിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡാണ് കേട്ടോ. പറയാം മക്കളെ, മസിൽ ഫൈബറിൻ്റെ ഷേപ്പ് എന്താ? സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള മസിൽ ഫൈബർ വരച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ. ആ പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സാർക്കോലെമ്മ. എന്താ വിളിക്കുക? സാർക്കോലെമ്മ. പിന്നെ അതിനൊരു സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസത്തിന് വിളിക്കുന്ന പേരാണെന്ത്? സാർക്കോപ്ലാസം. പേര് സിമ്പിളാണ്. ഓക്കെ, അതിനൊരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൻ്റെ ഫംഗ്ഷൻ പഠിക്കണം, സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ് ആണ്. പിന്നെ നമ്മൾ പഠിക്കണം മസിൽ ഫൈബർ ഒരു സിൻസീഷ്യമാണ്. കാരണം ഒരു മസിൽ ഫൈബറിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സിൻസീഷ്യം എന്നാണ് വിളിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് ഈ മസിൽ ഫൈബറിൻ്റെ ഉള്ളിൽ പാരലലി അറേഞ്ച്ഡ് ഫിലമെൻറ്റ്സ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മയോ ഫിലമെൻറ്റ്സ് അല്ലെങ്കിൽ മയോ ഫൈബ്രിൽസ് എന്ന് വിളിക്കും. ആ മയോ ഫിലമെൻറ്റ്സിൽ 2 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പ്രോട്ടീൻ്റെ പേരാണ് മക്കളെ ആക്റ്റിൻ, അത് തിൻ ഫിലമെൻ്റ് ആണ്. രണ്ടാമത്തതാണ് മയോസിൻ, അത് തിക്ക് ഫിലമെൻ്റ് ആണ്. ഇത് ചോദിക്കും, തിൻ ഏതാ തിക്ക് ഏതാന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ 2 ടൈപ്പ് പ്രോട്ടീൻ എന്ന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ പറയുകയാണ് ആക്റ്റിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. ആക്റ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ ഫിഗർ മസ്റ്റായിട്ട് പഠിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ആക്റ്റിൻ്റെ ഫിഗർ. ഓക്കെ, ഒരു ആക്റ്റിനിൽ മൊത്തത്തിൽ 3 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നിൻ്റെ പേരാണ് എഫ് ആക്റ്റിൻ, ഫുൾ ഫോം പഠിച്ചു വെക്കണം, ഫിലമെൻറ്റസ് ആക്റ്റിൻ. ഓക്കെ, 2 എഫ് ആക്റ്റിൻ ആണ് ഒരു ആക്റ്റിനിലുള്ളത്. ഓക്കെ, എഫ് ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിമറാണ്. അതിൻ്റെ മോണോമറിൻ്റെ പേരാണ് ജി ആക്റ്റിൻ. എന്താ വിളിക്കുക? ജി ആക്റ്റിൻ അഥവാ ഗ്ലോബുലാർ ആക്റ്റിൻ എന്ന് വിളിക്കും. രണ്ടാമത്തത് ട്രോപ്പോമയോസിനാണ്. ട്രോപ്പോമയോസിൻസ് ആർ 2 ഫിലമെൻറ്റ്സ് ക്ലോസ് ടു എഫ് ആക്റ്റിൻസ്. എഫ് ആക്റ്റിൻ്റെ തൊട്ടടുത്ത് കൂടെ പോണ മറ്റു 2 ഫിലമെൻറ്റുകളാണെന്ത്? ട്രോപ്പോമയോസിൻ. മൂന്നാമത്തത് ട്രോപ്പോണിൻ ആണ്. എന്താ ട്രോപ്പോണിൻ്റെ ഫംഗ്ഷൻ? ദേ മാസ്ക് ദ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ ഇൻ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. ഒരു ആക്റ്റിനിലേക്ക് മയോസിൻ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് മാസ്ക് ചെയ്യുക, തടയുന്ന ആൾക്കാരാണ് ആര്? ട്രോപ്പോണിൻ. ഏത് സ്റ്റേറ്റിൽ മാത്രം? റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ മാത്രം. അപ്പോൾ ഒരു ആക്റ്റിനിൽ 3 പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. എഫ് ആക്റ്റിൻ ഉണ്ട്, ട്രോപ്പോമയോസിൻ ഉണ്ട്, ട്രോപ്പോണിൻ ഉണ്ട്.
അടുത്ത നമ്മൾ പറയണത് മയോസിനെ കുറിച്ചാണ്. മയോസിൻ്റെ ഫിഗറും കണ്ടാൽ മനസ്സിലാക്കാൻ പഠിക്കണം. ഫിഗർ പഠിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഫിഗർ നമ്മളിവിടെ കാണിച്ചിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എന്ത് പഠിക്കണം? ഫിഗർ പഠിക്കണം. ഓക്കെ, നോക്കുക. ഒരു മയോസിൻ്റെ മോണോമറിൻ്റെ പേരാണ് മക്കളെ മീറോമയോസിൻ. പറയാം മക്കളെ, മയോസിൻ്റെ മോണോമറിൻ്റെ പേരെന്താ? മീറോമയോസിൻ. ഒരു മീറോമയോസിന് 2 പാർട്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 2 പാർട്സ്? ഒന്ന് ഹെഡ് വിത്ത് ഷോർട്ട് ആം. ഇതാണ് ഹെഡ്, ഇത് ഷോർട്ട് ആം. ഓക്കെ, ഇത് നമ്മൾ ഒന്നിച്ചാൽ പറയാം കേട്ടോ. ഇത് ഹെഡ് വിത്ത് ഷോർട്ട് ആം. അത് ഉണ്ടാക്കിക്കുന്ന കട്ടിയുള്ള മീറോമയോസിൻ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളതിനെ ഹെവി മീറോമയോസിൻ അഥവാ HMM എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് ടെയിലാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കട്ടി കുറഞ്ഞ മീറോമയോസിൻ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളതിനെ ലൈറ്റ് മീറോമയോസിൻ അഥവാ LMM എന്ന് വിളിക്കും. ഈ ഹെഡിൽ 2 ബൈൻഡിങ് സൈറ്റുകളുണ്ട്. ഓക്കെ, 2 ആൾക്കാർക്ക് വന്നിട്ട് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഹെഡിലുണ്ട്. ഏതൊക്കെയാണെന്നോ, ഒന്ന് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റാണ്, ആക്റ്റിനോട് ബൈൻഡ് ചെയ്യാൻ. അങ്ങനെ ബൈൻഡ് ചെയ്യണമെങ്കിൽ എനർജി വേണം. എനർജി ഉള്ളത് ATP രൂപത്തിലാണ്. അതുകൊണ്ട് എന്തുണ്ട്? ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. ഓക്കെ, അടുത്തതോ ടേംസ് ഇൻ മസിൽ കൺട്രാക്ഷൻ. മസിൽ കൺട്രാക്ഷനിൽ കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പറയുകയാണ്, ഇത് ഫിഗർ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടോ. ഇതിലുള്ള നോട്ട്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഫിഗർ വെച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നോക്കിയിട്ട് പഠിക്കണം. ഞാൻ വീണ്ടും പറയണം, മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, ലൈറ്റ് ബാൻഡ്സിൽ ആക്റ്റിൻ മാത്രമേ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐ ബാൻഡ് അഥവാ ഐസോട്രോപിക് ബാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, ഡാർക്ക് ബാൻഡ്സിൽ മെയിനായിട്ട് മയോസിനാണുള്ളത്. അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? എ ബാൻഡ് അഥവാ അൺഐസോട്രോപിക് ബാൻഡ് എന്ന് വിളിക്കും. ലൈറ്റ് ബാൻഡ് ഐ ബാൻഡ് ആണ്, ഡാർക്ക് ബാൻഡോ എ ബാൻഡ് ആണ്. പിന്നെ നമ്മൾ പറയാം, ഐ ബാൻഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈന് പോകുന്നുണ്ട്. അതിൻ്റെ പേരാണെന്ത്? Z ലൈൻ. അതേപോലെ എ ബാൻഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈന് പോകുന്നുണ്ട്. അതിൻ്റെ പേരാണെന്ത്? M ലൈൻ. പിന്നെ നമ്മൾ പറഞ്ഞു, 2 അടുത്തടുത്തുള്ള Z ലൈനുകൾക്കിടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സാർക്കോമിയർ ആൻഡ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കൺട്രാക്ഷൻ. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കൺട്രാക്ഷൻ എന്ന്. അല്ലെങ്കിൽ ചോദിക്കും, 2 സക്സസീവ് Z ലൈനുകൾക്കിടയിലുള്ള സ്ഥലത്തിന് എന്താ വിളിക്കുക? സാർക്കോമിയർ എന്നാണ് വിളിക്കുക. ഓക്കെ, പിന്നെ നോക്കുക, ദ സെൻട്രൽ പാർട്ട് ഓഫ് തിക് ഫിലമെൻറ്റ് നോട്ട് ഓവർലാപ്ഡ് ബൈ തിൻ ഫിലമെൻറ്റ്. ഓക്കെ, അതായത് മയോസിൻ്റെ സെൻട്രൽ ഭാഗം അവിടെ ആക്റ്റിൻ എന്ത് ചെയ്തിട്ടില്ല? ഓവർലാപ്പ് ചെയ്തിട്ടില്ല. ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ H സോൺ. എന്താ വിളിക്കുക? H സോൺ. ഓക്കെ, പിന്നെ നോക്കൂ, പിന്നെ നമ്മളോട് പറയുകയാണ് മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഫസ്റ്റ് ചോദിക്കും, മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയണം. എന്താ തിയറിൻ്റെ പേര്? സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. പറയും മക്കളെ, എന്താ തിയറിൻ്റെ പേര്? സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. അടുത്ത ചോദിക്കും, എന്താ സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറിൻ്റെ ഡെഫിനിഷൻ? മസിൽ കൺട്രാക്ഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ദ സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെൻറ്റ്സ് ഓവർ ദ തിക് ഫിലമെൻറ്റ്സ്. തിക് ഫിലമെൻറ്റ്സിന് മുകളിലൂടെ തിൻ ഫിലമെൻറ്റ്സ് എന്ത് ചെയ്യുക? സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തരും? സ്റ്റെപ്സ് തരും. എന്നിട്ട് നമ്മളോട് കറക്റ്റ് ഓർഡറിലാക്കാൻ ചോദിക്കും. അപ്പോൾ നമ്മളതിൻ്റെ ആ മെക്കാനിസം പഠിച്ചു വെക്കണം. ഓക്കെ, ഫസ്റ്റ് എന്താ സംഭവിക്കുക? CNS സെൻഡ് സിഗ്നൽസ് ടു ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. CNS ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. അസിറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് ഇമ്പൾസ് റീച്ചസ് മസിൽ ഫൈബർ. ഇമ്പൾസ് മസിൽ ഫൈബറിലെത്തി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയോ? ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ക്രിയേറ്റഡ്. അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് കാൽഷ്യം ഈസ് റിലീസ്ഡ്. ഓക്കെ, കാൽഷ്യം റിലീസ് ചെയ്യപ്പെടും സാർക്കോപ്ലാസ്മി റെറ്റിക്കുലത്തിൽ നിന്ന്. ആ കാൽഷ്യം ബൈൻഡ് വിത്ത് ട്രോപ്പോണിൻ. കാൽഷ്യം പോയിട്ട് ട്രോപ്പോണിനോട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ആ ട്രോപ്പോണിനും കാൽഷ്യം കൂടി അവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ മാസ്കിംഗ് സൈറ്റ് എന്ത് ചെയ്യപ്പെടുന്നു? റിമൂവ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ മയോസിന് തടയാൻ ആരുമില്ല. ആ മയോസിൻ ബൈൻഡ് വിത്ത് ആക്റ്റിൻ ബൈ യൂട്ടിലൈസിങ് എനർജി ഫ്രം ATP ഹൈഡ്രോളിസിസ്. ATP ഹൈഡ്രോളിസിസ് എന്നുള്ള എനർജി എടുത്തിട്ട് മയോസിൻ പോയിട്ട് ആക്റ്റിനോട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? സാർക്കോമിയർ ഈസ് റെഡ്യൂസ്ഡ്, മസിൽ ഗെറ്റ്സ് കൺട്രാക്റ്റഡ്. ഓക്കെ, ഇങ്ങനെയാണ് മസിൽ കൺട്രാക്ഷൻ്റെ സ്റ്റെപ്സ് വരുന്നത്. പിന്നെ നമ്മൾ പറയാം ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ. മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നവരോ ഇത് പഠിച്ചു വെക്കണം. ഐ ബാൻഡ് ചെറുതാവും. ഓക്കെ, എ ബാൻഡിന് നോ ചേഞ്ച്. സാർക്കോമിയർ ചെറുതാവും, H സോൺ ചെറുതായി റെഡ്യൂസ്ഡ് ആൻഡ് ഫൈനലി എന്ത് സംഭവിക്കും? ഡിസപ്പിയർ ആയി പോകും. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് മസിൽ ഫറ്റീഗ്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ അതിയായ ക്ഷീണം എന്നൊക്കെയുള്ള അർത്ഥം. റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് മസിൽസ് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? അനേറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്തും കാലുകളിൽ അല്ലെങ്കിൽ കൈകളിൽ എവിടെയാണോ മസിൽസ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ മസിൽ ഫറ്റീഗ്. അടുത്ത നോക്കുക, നമ്മുടെ ബോഡിയിൽ കളറിനനുസരിച്ച് 2 ടൈപ്പ് മസിൽ ഫൈബർ ഉണ്ട്. 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും. എന്താ അവർ തമ്മിലുള്ള വ്യത്യാസം? റെഡ് മസിൽ ഫൈബർ റെഡ് കളറാണ്, വൈറ്റ് മസിൽ ഫൈബറോ വൈറ്റ് കളറാണ്. റെഡ് മസിൽ ഫൈബറിൽ മയോഗ്ലോബിൻ കണ്ടന്റ് ഈസ് ഹൈ ആ, അപ്പുറത്തോ മയോഗ്ലോബിൻ കണ്ടന്റ് ഈസ് ലോ. ഓക്കെ, ഇവിടെ ലാർജ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയാണ്, അപ്പുറത്ത് സ്മോൾ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയാണ്. പിന്നെ നമ്മൾ പറയാം ഇറ്റ് യൂസസ് ഓക്സിജൻ ഫോർ ATP പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എയറോബിക് മസിൽസ് എന്ന് വിളിക്കും. പിന്നെ ഇറ്റ് ഡസൻറ്റ് യൂസസ് ഓക്സിജൻ ഫോർ ATP പ്രൊഡക്ഷൻ. അതുകൊണ്ട് അതിനെ അനൈറോബിക് മസിൽസ് എന്ന് വിളിക്കും. ഇവിടെ സാർക്കോപ്ലാസ്മി റെറ്റിക്കുലം ഈസ് ലോ ആണ്, അപ്പുറത്ത് സാർക്കോപ്ലാസ്മി റെറ്റിക്കുലം എന്താ? ഹൈ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത പറയുകയാണ് സ്കെലിറ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ മസ്കുലാർ സിസ്റ്റത്തിനെ കുറിച്ചാണ്.
ഇനി സ്കെലിറ്റൽ സിസ്റ്റത്തിൽ 206 ബോണുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആക്സൽ സ്കെലിറ്റണിൽ 80 ബോണുണ്ട്, അപ്പൻഡിക്കുലാർ സ്കെലിറ്റണിൽ 126 ബോണുണ്ട്. ആക്സൽ സ്കെലിറ്റണിൽ 80 ബോണിൽ സ്കൾ 22, സ്പെഷ്യൽ ബോൺസ് 7, വെർട്ടിബ്രൽ കോളം 26, സ്റ്റേണം 1, റിബ്സ് 24. അപ്പൻഡിക്കുലാർ സ്കെലിറ്റണിൽ ലിംബ് ബോൺസ് 120 ഉണ്ട്, ഗേഡിൽ ബോൺസ് എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. നോക്കുക, സ്കളിൽ 2 ടൈപ്പ് ബോൺ ഉണ്ട്, ക്രാനിയൽ ബോൺസ് 8 എണ്ണം, ഫേഷ്യൽ ബോൺസോ 14 എണ്ണം. പിന്നെ നമ്മൾ പറയുകയാണ് ദ സ്കൾ റീജിയൻ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് വെർട്ടിബ്രൽ കോളം. ആർട്ടിക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറ്റാച്ച് ചെയ്യുക. സ്കള് വെർട്ടിബ്രൽ കോളത്തിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബൈ 2 ഓക്സിപീറ്റൽ കോണ്ടൈൽസ്. 2 ഓക്സിപീറ്റൽ കോണ്ടൈൽസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കളിന് എന്തെന്ന് വിളിക്കും? ഡൈകോണ്ടിലിക് സ്കൾ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ സ്പെഷ്യൽ ബോൺസ് 7 ഉണ്ട്, അതിലൊന്ന് ഹയോയിഡ് ബോൺസാണ്. ഓക്കെ, ഹയോയിഡ് ബോൺ ഒരു യു ഷേപ്പ്ഡ് ബോണാണ് അറ്റ് ദ ബേസ് ഓഫ് ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റിൻ്റെ അടിയിൽ കാണപ്പെടുന്ന യു ഷേപ്പ്ഡ് ബോണാണ്. പിന്നെ ഇയറോസിക്കിൾസ് ആണ്, അത് 6 ഉണ്ട്, 2 സൈഡിലായിട്ട് 6. ഏതൊക്കെയാ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. ഓക്കെ അല്ലേ? അടുത്തത് പറയുന്നത് വെർട്ടിബ്രൽ കോളത്തിലെ ഓരോ ബോണിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ വെർട്ടിബ്രേ. എന്താ വിളിക്കുക? വെർട്ടിബ്രേ. പിന്നെ ഓരോ വെർട്ടിബ്രയിലും സെൻട്രൽ ഹോളോ പോർഷൻ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ന്യൂറൽ കനാൽ. അതിലൂടെയാണ് സ്പൈനൽ കോഡ് എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വെർട്ടിബ്രേനെ വിളിക്കുന്ന പേരാണ് അറ്റ്ലസ്, രണ്ടാമത്തെ വെർട്ടിബ്രേനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്സിസ്. ഈ വെർട്ടിബ്രൽ കോളത്തിൽ 26 എല്ലുകൾ നമ്മൾ 5 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ സെർവിക്കൽ വെർട്ടിബ്രേ 7 എണ്ണം, തൊറാസിക് വെർട്ടിബ്രേ 12, ലുംബാർ വെർട്ടിബ്രേ 5, സാക്രൽ വെർട്ടിബ്രേ 1, കോക്സീജൽ വെർട്ടിബ്രേ വീണ്ടും 1. പിന്നെ നമ്മൾ അടുത്ത് പറയുന്നത് റിബ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഓരോ റിബിനും 2 ആർട്ടിക്കുലേഷൻ സർഫസസ് ഓൺ ഇറ്റ്സ് ഡോർസൽ എൻഡ്. ഓക്കെ, ഡോർസൽ എൻഡിൽ 2 ആർട്ടിക്കുലേഷൻ സർഫസ് അഥവാ 2 അറ്റാച്ച്മെൻറ്റ് സർഫസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിബ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ബൈസെഫാലിക്. എന്താ വിളിക്കുക? ബൈസെഫാലിക്. പിന്നെ റിബ്സ് 3 ടൈപ്പ് ഉണ്ട്, 12 പേര്. ഫസ്റ്റ് റിബ്സ് ആണ് ട്രൂ റിബ്സ്. ഫസ്റ്റത്തെ 7 പേഴ്സ് ദേ ആർ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു സ്റ്റേണം. ഓക്കെ, അടുത്തത് ഫാൾസ് റിബ്സ് ഓർ വെർട്ടിബ്രോ കോണ്ടർ റിബ്സ് ആണ്. 8, 9, 10 പേഴ്സ്. അവരുടെ പ്രത്യേകത ദേ ആർ ഇൻഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു സ്റ്റേണം. അടുത്തത് ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്, 11, 12 പേർ. ദേ ആർ നോട്ട് അറ്റാച്ച്ഡ് ടു സ്റ്റേണം. പിന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ആരൊക്കെയാണ് റിബ് കേജ് ഉള്ളത്? തൊറാസിക് വെർട്ടിബ്രേ, സ്റ്റേണം, റിബ്സ്. ഈ 3 ആൾക്കാർ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണെന്ത്? റിബ് കേജ് അഥവാ നെഞ്ചിൻകൂട് എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ? പിന്നെ നോക്കൂ, അടുത്ത നമ്മൾ പറയുന്നത് ഫോർലിംബിലെ 30 ബോണുകൾ, കയ്യിലുള്ള 30 ബോണുകൾ. ഓക്കെ, ഏതൊക്കെയാ? ഹ്യൂമറസ് 1, റേഡിയസ് 1, അൾണ 1, കാർപ്പൽസ് 8, മെറ്റാകാർപ്പൽസ് 5, ഫലാഞ്ചസ് 14. ഓക്കെ, അടുത്തത് ഹൈൻലിബിലെ ബോണുകളാണ്. ഫസ്റ്റ് വൺ എന്താ? ഫീമർ. അതൊന്ന് തൈ ബോണാണ്, തൊടയിലുള്ള ബോണാണ്, ലോങ്ങസ്റ്റ് ബോണാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ലോങ്ങസ്റ്റ് ബോൺ ഏതാ? ഫീമറാണ്. പിന്നെ ടിബിയ 1, ഫിബുല 1, ടാർസൽസ് 7, മെറ്റാടാർസൽസ് 5, ഫലാഞ്ചസ് 14. പിന്നെ എന്തുണ്ട്? പറ്റലുണ്ട്, മുട്ടിൻ്റെ ചിരട്ട, അതും 1. ഒരു കാലത്തെ പറയണം കേട്ടോ. അടുത്തത് പെക്ടോറൽ ഗേഡില. പെക്ടോറൽ ഗേഡിൽ 4 ബോൺ ഉണ്ട്. നോക്കാം കേട്ടോ. ദേ കണക്ട് ഫോർലിംബ് ടു ആക്സിൽ സ്കെലിട്ടൺ. ഫോർലിംബിനെ ആക്സിൽ സ്കെലിട്ടണുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിന് 2 എക്സാമ്പിളാണ്. ഒന്ന് ക്ലാവിക്കിൾ അഥവാ അതിനെ വിളിക്കണ വേറെ പേരാണെന്ത്? കോളർ ബോൺ. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊന്നാണെന്ത്? സ്കാപ്പുല. അവിടെ കാണപ്പെടുന്ന ക്യാവിറ്റിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഗ്ലീനോയിഡ് ക്യാവിറ്റി. എന്താ വിളിക്കുക? ഗ്ലീനോയിഡ് ക്യാവിറ്റി. അടുത്തത് പെൽവിക് ഗേഡില. അവിടെ 2 ബോണാ. ഓക്കെ, അവരുടെ പ്രത്യേകത എന്താണെന്നോ? ദേ കണക്ട് ഹൈൻലിംബ് ടു ആക്സിൽ സ്കെലിട്ടൺ. ഓക്കെ, അവർ ഹൈൻലിംബിനാണ് ആക്സിൽ സ്കെലിട്ടണോട് കണക്ട് ചെയ്യുക. അവിടെ ഒറ്റ ബോണാണ് ഉള്ളത്, അതിൻ്റെ പേരാണ് എന്ത്? കോക്സൽ ബോൺ. അത് ഉണ്ടാക്കിയ 3 ടൈനി ബോൺസ് ഫ്യൂസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാ? ഇലിയം, ഇഷിയം, പിബിസ്. അവിടെ കാണപ്പെടുന്ന ക്യാവിറ്റിൻ്റെ പേരാണ് മക്കളെ അസറ്റാബുലം. എന്താ വിളിക്കുക? അസറ്റാബുലം. ഓക്കെ, അടുത്ത പറയുന്നത് ജോയിൻസാ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് ജോയിൻ്റ് എല്ലാ കൊല്ലം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. 3 ടൈപ്പ് ജോയിൻ ഉണ്ട്. ഒന്നിൻ്റെ പേരാണ് മക്കളെ ഫൈബ്രസ് ജോയിൻറ്റ്. അടുത്തത് കാർട്ടിലേജിനസ് ജോയിൻ. അടുത്തതോ സൈനോവിയൽ ജോയിൻറ്റ്. ഫൈബ്രസ് ജോയിൻറ്റ് ഇമ്മൂവബിൾ ജോയിൻ്റ് ആണ്, മൂവ് ചെയ്യാൻ പറ്റാത്ത ജോയിൻ്റ് ആണ്. എക്സാമ്പിൾ എന്താ? ജോയിൻറ്റ് ബിറ്റ്വീൻ സ്കൾ ബോൺസ്. കാർട്ടിലേജിനസ് ജോയിൻറ്റ് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻ്റ് ആണ്. എക്സാമ്പിൾ എന്താ? ജോയിൻറ്റ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് വെർട്ടിബ്രേ ഇൻ എ വെർട്ടിബ്രൽ കോളം. പഠിക്കണം. ഓക്കെ, സൈനോവിയൽ ജോയിൻറ്റ് ഫ്രീലി മൂവബിൾ ജോയിൻ്റ് ആണ് ഡ്യൂ ടു സൈനോവിയൽ ക്യാവിറ്റി. ഓക്കെ, അതിന് 5 എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേഡിൽ, ഇവിടെ ഉള്ള ജോയിൻറ്റ്. ഓക്കെ, അടുത്തതോ ഹിഞ്ച് ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, മുട്ടിലുള്ള ജോയിൻറ്റ്. ഓക്കെ, അടുത്തതോ പൈവോട്ട് ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ഓക്കെ, ഇവിടെ ഉള്ള ജോയിൻറ്റ്. അടുത്തതോ ഗ്ലൈഡിംഗ് ജോയിൻറ്റ് ബിറ്റ്വീൻ ദ കാർപ്പൽസ്, ഇവിടെ ഉള്ള ജോയിൻറ്റ്. അടുത്തതോ സാഡിൽ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. ഓക്കെ, ഇവിടെ ഉള്ള ജോയിൻറ്റ് കേട്ടോ. ലാസ്റ്റ് വൺ പറയുന്നത് ഡിസോർഡേഴ്സ്. എല്ലാ ചാപ്റ്ററിലെയും ഡിസോർഡേഴ്സ് പഠിച്ചിരിക്കണം. 6 ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ 3 എണ്ണം മസ്കുലാർ സിസ്റ്റം. മസ്കുലാർ സിസ്റ്റത്തിന് 3 ഡിസോർഡർ. ഒന്നാമത്തെ ഡിസോർഡറാണ് മക്കളെ മയാസ്തീനിയ ഗ്രാവിസ്. ഓക്കെ, എൻ്റെ കൂടെ പറയട്ടോ. ഒന്നാമത്തെ എന്താ? മയാസ്തീനിയ ഗ്രാവിസ്. ഇറ്റ് ഈസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അതിൻ്റെ ഭാഗമായിട്ട് ഫറ്റീഗ്, വീക്ക്നെസ്, പാരാലിസിസ് ഒക്കെ വരും. പിന്നെ അടുത്തത് മസ്കുലാർ ഡിസ്ട്രോഫി.
പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെലിറ്റൽ മസിൽസ് പതുക്കെ ഡീജനറേറ്റ് ആയി പോകുന്നു. അടുത്തതോ ടെറ്റനിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? റാപ്പിഡ് സ്പാസംസ് ഉണ്ടാവും ഡ്യൂ ടു ലോ CA2+ ഇൻ ബോഡി ഫ്ലൂയിഡ്. പിന്നെ നമ്മൾ പറയുന്നത് സ്കെലിറ്റൽ സിസ്റ്റത്തിന് 3 അസുഖങ്ങളാണ്. ഒന്ന് ഓസ്റ്റിയോപോറോസിസ്, ഇറ്റ് ഈസ് ആൻ ഏജ് റിലേറ്റഡ് ഡിസോർഡർ. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? ഡിക്രീസ്ഡ് ബോൺ മാസ് ഉണ്ടാവും, ബോണിൻ്റെ മാസ് കുറയും ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് ഫ്രാക്ചേഴ്സ്. പിന്നെ ആർത്രൈറ്റിസ്, അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ്. ഓക്കെ, ജോയിൻറ്റുകളിൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാവുക. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷനാണ്. അടുത്തത് ഗൗട്ട, അതും എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് ആണ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നതുകൊണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്വിക്കായിട്ട് നമ്മൾ റിവൈസ് ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോഴും +1 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പല കുട്ടികൾക്കും ലാസ്റ്റ് എത്തുമ്പോഴായിരിക്കും ബോധം വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ ഒരിക്കലും അത് ആവർത്തിക്കരുത്. +1 മര്യാദയ്ക്ക് പഠിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് +2 ഈ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ CM അക്കാഡമിൻ്റെ ഓൺലൈൻ ട്യൂഷൻ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. ആകെ മന്ത്ലി 399 മാത്രമേ വരുന്നുള്ളൂ. ഓൺലൈൻ ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.